കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയ ടി സിദ്ദിഖ് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. ടി സിദ്ദിഖ് നമ്മളോടൊപ്പം ചേരുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷം എങ്ങനെ വിലയിരുത്തുന്നു? ജനങ്ങൾ നൽകിയ വിശ്വാസം ചെറുതല്ല. നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളും ഡീഫേസ് ചെയ്യാനുള്ള, മുഖം വികൃതമാക്കാനുള്ള വിഭജനത്തിൻ്റെ രാഷ്ട്രീയവും എല്ലാ ശ്രമങ്ങളും CPM നടത്തിയെങ്കിലും, ഇടതുപക്ഷം നടത്തിയെങ്കിലും അതിലൊന്നും കൽപ്പറ്റയിലെ ജനങ്ങളോ വയനാട്ടിലെ ജനങ്ങളോ അതിലൊന്നും വീണിട്ടില്ല. അവരുടെ കൂടെ ചേർന്ന് നിന്ന് കഠിനാധ്വാനം ചെയ്തതായിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അവർ കൃത്യമായി വിധിയെഴുതുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ സർക്കാരാണല്ലോ ടൗൺഷിപ്പ് നിർമ്മാണം, പുനരധിവാസം, ദുരന്ത നിവാരണത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ചൂരൽമലയും മുണ്ടക്കൈയുമാണ്. അതിൽ മുണ്ടക്കൈ വാർഡ് ബൂത്ത് 203, ആ 203-ാം നമ്പർ ബൂത്തിൽ എൻ്റെ ഭൂരിപക്ഷം 289 വോട്ടാണ്. എന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 270ആണ്. അപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം എനിക്ക് കിട്ടുകയുണ്ടായി. അത് മുണ്ടക്കൈ ആണെങ്കിൽ 204 ചൂരൽമല ബൂത്തിൽ 239 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉള്ളത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി, ജനങ്ങൾ ചേർന്ന് നിന്നത് സർക്കാരിനോടൊപ്പമല്ല, സർക്കാർ സംവിധാനത്തിൻ്റെ കൂടെ മത്സരിച്ച, സംവിധാനത്തിനെതിരായി മത്സരിച്ച നിലവിലുള്ള MLA എൻ്റെ കൂടെയാണ് നിന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരോട് ചേർന്ന് നിൽക്കുകയും സർക്കാരിൻ്റെ വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ തയ്യാറാവാത്ത നടപടികളും വിഷയങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ് ജനവിധി, വളരെ ഗൗരവതരമാണ് ജനവിധി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, CPM തുടരുന്നതായ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി വയനാട്ടിൽ, ആ ശൈലി അവർ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുമ്പോൾ അത് വിലയിരുത്തണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അതിൽ സമീപനം സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം വ്യക്തിപരമായി എല്ലാ കാര്യങ്ങൾ പറഞ്ഞ്, പച്ച നുണകൾ പറഞ്ഞ് ആക്രമിക്കുക, വ്യക്തിയാധിഷ്ഠിതമായി തകർക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, അത് വയനാടിൻ്റെ ഒരു രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. മറ്റ് ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ വയനാട്ടിൽ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒരു പരസ്പരമുള്ള സംവാദമൊക്കെ നടത്തും. പക്ഷെ അത് സംവാദമല്ല, പച്ച നുണകൾ പറഞ്ഞ് ജനങ്ങളുടെ മേലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ ശൈലിയായി സ്വീകരിക്കുകയാണ്. ആ ശൈലി CPMന് അപകടം ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിൽ IC ബാലകൃഷ്ണൻ ഒരു കോൺസ്പിറസി നടന്നു. ഐസിക്കെതിരായി വളരെ കൃത്യമായിട്ടുള്ള കോൺസ്പിറസി നടന്നു. ശ്രുതിയുടെ കേസ് പറഞ്ഞ് പത്രസമ്മേളനം എനിക്കെതിരെ കോൺസ്പിറസി നടന്നു. ഇതൊക്കെ വളരെ കൃത്യമാണ്. IC ബാലകൃഷ്ണനെതിരായിട്ടുള്ള അവസാനം ഒരു കേസ് പറഞ്ഞു, ആ കേസുമായി ICക്ക് യാതൊരു ബന്ധമില്ലാത്ത കേസ് എന്ന് IC ഇപ്പം നിയമ നടപടികളുമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ശൈലിയല്ല രാഷ്ട്രീയ പ്രവർത്തനം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്ത് അതിലൂടെ ഡെവലപ്പ് ചെയ്ത്, അതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നിലപാടുകൾ, കാര്യങ്ങൾ. അല്ലാതെ കള്ളം പറഞ്ഞും വ്യക്തിഹത്യ ചെയ്തുമുള്ള രാഷ്ട്രീയമല്ല. IC ബാലകൃഷ്ണൻ്റെ ഭൂരിപക്ഷം കൂടി, എൻ്റെ ഭൂരിപക്ഷവും നല്ല രീതിയിൽ കൂടി. ഈ രണ്ട് തെരഞ്ഞെടുപ്പ് വിജയം CPM പുലർത്തിയതായ രാഷ്ട്രീയ വ്യക്തിഹത്യ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കനത്ത ജനവിധിയാണ്. അതായത് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി, കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു തന്ത്രം CPM പയറ്റി. അത് ജനങ്ങൾ മനസ്സിലാക്കിയില്ല, അത് വോട്ടുകളായി എന്നാണോ? അത് ഇപ്പം ഈ വ്യക്തിഹത്യ രാഷ്ട്രീയം ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണ്. ആ കോൺസ്പിറസിയിലൂടെ അവർ എന്ത് പറയണമെന്നുള്ളത് തീരുമാനിച്ചു. ആ തെറ്റായ കാര്യം പറഞ്ഞ് ഈ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക, എന്നിട്ട് അതിൻ്റെ മേലെ ഇവിടെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുക, അതിന് വലിയ വലിയ ആളുകളെ അതിനു വേണ്ടി അതിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക, സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടത്തുക. അങ്ങനെ ഒരു വിപുലമായ ഒരു കോൺസ്പിറസി നടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമാണ്. എനിക്കതിൻ്റെ ശ്രുതിയുടെ കേസിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ്. ഞാനത് ഇപ്പോൾ തുറന്നു പറയുന്നില്ല. ഈ രാഷ്ട്രീയം വയനാടിൻ്റെ മണ്ണിൽ പോവില്ല. വയനാട്, അതായത് തുടക്കത്തിൽ സിദ്ദിഖിന് 2 വോട്ട് 2 മണ്ഡലങ്ങളിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടക്കത്തിലുണ്ടായത്. പിന്നീടാണ് ഈ ശ്രുതിയുടെ വിഷയങ്ങളൊക്കെ വന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയപരമായി ആക്രമിക്കുക എന്നൊരു ലൈൻ അവർ, യാതൊരു സംശയമില്ലല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ രാഷ്ട്രീയ ജീവിതം വളരെ ഓപ്പണാണ്. ഞാൻ ഇവിടെ ഇടപെടുന്നത്, ഇവിടെ നിലപാട് സ്വീകരിക്കുന്നത്
ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ ഞാൻ രാഷ്ട്രീയം കലർത്താറില്ല, ഒരു വിഭാഗീയതയും കലർത്തലില്ല. അങ്ങനെ കലർത്തിക്കഴിഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ബോധ്യം. ഞാനതിൽ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സമീപനമാണ് ഞാൻ സ്വീകരിക്കാറ്. എൻ്റെ ഓഫീസിൽ എൻ്റെ അടുത്ത് ഒരു വിഷമവുമായിട്ട് വരുന്ന ആളുടെ രാഷ്ട്രീയം ഞാൻ ചെകയാറില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ഇപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനം ഞാൻ സർക്കാരുമായിട്ട് എത്രത്തോളം ചേർന്നു, ഞാൻ കൊടുത്ത പരാതികൾ പലതും ഞാൻ പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ പുറത്ത് പറഞ്ഞാൽ കോൺട്രവേഴ്സ്യലായി രാഷ്ട്രീയമായി മാറുന്ന സാധനം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ ചില പരിഗണിച്ചില്ല, പലതും പരിഗണിച്ചില്ല. അപ്പോൾ ഇവിടെ ഒരു കരുതലിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പുനരധിവാസ പ്രവർത്തനം പോകരുത്, അല്ലെങ്കിൽ മറ്റുള്ള തലത്തിലേക്ക് പോവാതെ കാത്തു സൂക്ഷിക്കാനുള്ളതായ ഉത്തരവാദിത്വം കൂടെ ഞാനെടുത്തിട്ടുണ്ട് കൃത്യമായി. പക്ഷെ പുനരധിവാസ പ്രവർത്തനത്തെ രാഷ്ട്രീയമാക്കി. 2, ടാർഗറ്റഡ് പൊളിറ്റിക്സിന് നേതൃത്വം കൊടുത്തു. അത് CPM സ്വീകരിച്ച സമീപനം അപകടകരമായ സമീപനമാണ്. അത് തെറ്റാണ് എന്ന് ജനം വിലയിരുത്തിയ സന്ദർഭത്തിൽ അത് ശരിയല്ല എന്ന് തുറന്നു പറയാനും ഞങ്ങൾ തിരുത്തുമെന്ന് പറയാനുള്ള ബാധ്യത CPM ജില്ലാ നേതൃത്വത്തിനുണ്ട്. വലിയ ഭൂരിപക്ഷം ഒരു മന്ത്രിസ്ഥാനം കോൺഗ്രസ് പ്രവർത്തകർ അടക്കം വയനാട്ടിലെ ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എന്താ അതിൻ്റെയൊക്കെ പാർട്ടി നേതൃത്വം അറിയിക്കും, എന്നാൽ പോലും പ്രാഥമികമായ എന്തെങ്കിലും ഒന്ന് മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഞാനല്ല അഭിപ്രായം പറയേണ്ടത്. ഒന്ന് ആദ്യം മുഖ്യമന്ത്രി തീരുമാനിക്കണം. അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. മുഖ്യമന്ത്രി തീരുമാനിച്ചു, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞ് പാർട്ടി തലത്തിൽ ആലോചന നടത്തി കോൺഗ്രസ് മുഖ്യമന്ത്രിയും അതിൻ്റെ എല്ലാ ഘടകങ്ങളും മേഖലയുമായിട്ട് സംസാരിച്ച് വേണം ഫൈനലൈസ് ചെയ്യാൻ. അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെയൊക്കെ പേരുകളൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് KC വേണുഗോപാൽ ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പബ്ലിക്കായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എവിടെയും പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് എന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല എന്നെ മുഖ്യമന്ത്രിയാക്കിയേ പറ്റൂ, മറ്റുള്ളവരെ മാറ്റി നിർത്തണം പറഞ്ഞിട്ടില്ല. ഇതുണ്ടാക്കുന്നത് ഒരു പ്രത്യേക കോണിൽ നിന്നും ഉയർന്നു വരുന്ന സമീപനങ്ങളാണ്. അത്തരം ചർച്ചകളൊന്നും കോൺഗ്രസിനകത്തില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് MLA-മാരുടെ അഭിപ്രായം തേടി പാർട്ടി നേതൃത്വത്തിൻ്റെ അതിൻ്റെ എല്ലാ ഘടകങ്ങളുമായി ചർച്ച ചെയ്ത് അവർ സുചിന്തിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കും. അത് ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമായിരിക്കും. തർക്കമില്ല. 3 മണ്ഡലങ്ങളും UDF തൂത്തുവാരി. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകും എന്നുള്ളൊരു സൂചനയൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ ഒരു നിലപാട്? ഒരു സംശയമില്ല, വളരെ പോസിറ്റീവല്ലേ, വളരെ പോസിറ്റീവാണല്ലോ. അപ്പോൾ ആരെ പരിഗണിക്കണം, ആർക്കതിൻ്റെ നിയോഗം കൊടുക്കണം എന്നുള്ളത് പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം വളരെ പോസിറ്റീവായി നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുമല്ലോ. എന്താ സംശയമുള്ളത്? അപ്പം IC 4ാമത്തെ ടേമായിട്ടുള്ള ആളാണ്. ഉഷ വനിതാ രംഗത്തുകൂടെ പ്രവർത്തിച്ച് പരിചയസമ്പന്നമായ ആളാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാവരും അതിന് യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അത് തീരുമാനം പാർട്ടി സുചിന്തിതമായി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പാർട്ടിയാണ് എടുക്കേണ്ടത്. അതിലൊക്കെ ഞങ്ങൾ തമ്മിലൊന്നും ആരും തമ്മിലും മത്സരമില്ല, എല്ലാവരും പോസിറ്റീവാണ് കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ ടൗൺഷിപ്പിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വീടുകളൊക്കെ കൈമാറി. പക്ഷെ നമ്മളവിടെ ചെന്ന് പരിശോധിച്ച സമയത്ത് കൃത്യമായിട്ട് അവിടെ താമസിക്കാൻ പറ്റിയ രീതിയിലേക്കുള്ള സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. എല്ലാ പണികളും പൂർത്തിയായെങ്കിൽ പോലും ടോയ്ലറ്റിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പണികളൊന്നും പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലേക്ക് വന്നു, താങ്കളുടെ MLA ആണ്, ഇനി ഒരു മന്ത്രിസ്ഥാനം പറഞ്ഞു കേൾക്കുന്നു. ടൗൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടാത്ത ആളുകളുണ്ട്. അപ്പോൾ ആ രീതി അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇനിയിപ്പോൾ പരിഗണിക്കാൻ നോക്കുന്നത്? പുനരധിവാസ പ്രവർത്തനം അതിൻ്റെ ഒരു കേന്ദ്രബിന്ദു ടൗൺഷിപ്പ് മാത്രമായി വിവക്ഷിക്കുന്നത് ശരിയല്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ലിസ്റ്റ് പൂർണ്ണതയിലേക്ക് എത്തിക്കണം. 2, വീടിൻ്റെ നിർമ്മാണം ഇപ്പം 178 വീടിൻ്റെ ആണല്ലോ നിർമ്മാണം ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളത്. അത് 178 മാത്രമല്ല, ബാക്കിയുള്ള മുഴുവൻ നിർമ്മാണവും പൂർത്തീകരിക്കപ്പെട്ട് കൈമാറാനുള്ളതായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം. ലിസ്റ്റിൽ വരേണ്ട ആളുകൾ മുഴുവൻ വരണം. അവരുടെ വായ്പ എഴുതി തള്ളിയതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അവരുടെ കൃഷിഭൂമി പുനഃക്രമീകരിച്ച് കൊടുക്കും എന്ന് പറഞ്ഞത് ഓർഡർ ഇറങ്ങി, മുഖ്യമന്ത്രിയാണ് അത് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എവിടെയും ഒരു കാര്യവും നടന്നിട്ടില്ല. ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാനാണ്. അത് സർക്കാർ തലത്തിൽ ചെയ്യേണ്ട ധർമ്മമാണ്. അങ്ങനെ തുടങ്ങി ഗുരുതരമായി പരിക്കേറ്റതായിരിക്കുന്ന ആളുകളുടെ ചികിത്സയിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ അവിടെ അഡ്രസ്സ് ചെയ്യാനുണ്ട്. ആ അഡ്രസ്സ് ചെയ്യാനുള്ള മെക്കാനിസം സർക്കാർ തലത്തിൽ ഉണ്ടാകും വളരെ നല്ല രീതിയിൽ. അതിലൊന്നും രാഷ്ട്രീയമില്ല. അത് എല്ലാ തലത്തിലും കൂടിയാലോചന നടത്തി ലോക്കൽ ബോഡീസും സർവകക്ഷികളും ദുരന്തബാധിതരും എല്ലാവരും ചേർന്ന് നിന്ന് അതിന് കൊണ്ടുപോകും.
അതായത് ഇപ്പോൾ 2 വർഷമായി ടൗൺഷിപ്പിൻ്റെ പണി നടക്കുന്നു. ഊരാണെങ്കിൽ മാത്രമാണ് നിർമ്മാണ ഏജൻസി ആയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ പണി പൂർത്തിയാകാത്തത് എന്ന് ഒരു സംശയം ദുരന്തബാധിതർക്കിടയിലുണ്ട്. പിന്നെ ഇപ്പോൾ ടൗൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ നോക്കുന്നുണ്ടോ? അതൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട സാഹചര്യമല്ല. അത് ഗവൺമെൻറ് വന്നതിന് ശേഷം ഇതിൻ്റെ കൈകാര്യത്തെ സംബന്ധിച്ചുള്ളതായ ഒരു നിലപാട് കാര്യങ്ങൾ ആ സമയത്ത് എടുത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച് ഒരു പ്രിമച്ചുറായിട്ടുള്ള ടൈമാണ്, ഇപ്പം പറയാറായിട്ട്. വയനാടിൻ്റെ വികസനങ്ങൾ, അതായത് ഇപ്പോൾ ചുരം ബദൽ പാത അല്ലെങ്കിൽ രാത്രിയാത്രാ നിരോധനം, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നേരത്തെ വയനാടിൻ്റെ ചുരം ബദൽ പാതയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടെടുത്ത ആളാണ്. അപ്പോൾ അതുമായി എങ്ങനെയാണ് ഇനിയിപ്പോൾ അതിനെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഒന്ന് നമ്മുടെ പിന്നെ ആനക്കമ്പയിൽ തുരങ്കപാത, അത് വയനാടിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ടതായ ഒരു കണക്ടിവിറ്റി റോഡ് ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അത് പൂർത്തീകരിക്കാനുള്ള നടപടി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചുരത്തിൻ്റെ ബൈപ്പാസ് വേണം എന്നുള്ള നമ്മുടെ കുറേ കാലത്തെ മറുപടി, അതിൽ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ നടത്തി. ഞാൻ ശ്രീധരയുമായി 12 തവണയെങ്കിലും ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ MPയുടെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് നടത്തിച്ചു, പ്രിയങ്കാ ഗാന്ധിയും അത് നടത്തി. ആ പ്രിയങ്കാ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ നടത്തിയതായ മീറ്റിങ്ങിൽ DPR തയ്യാറാക്കാനുള്ള അനുബന്ധ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ DPRും അനുബന്ധ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിൻ്റെ കാര്യം, നൈറ്റ് ട്രാഫിക് ബാൻ ലിഫ്റ്റ് ചെയ്യാൻ, രാത്രിയാത്രാ നിരോധനം ഒഴിവാക്കാനുള്ള നടപടി, അതിലൂടെ ഇരട്ട തുരങ്കത്തിൻ്റെ പ്രപ്പോസൽ ശ്രീധരയുടെ നേതൃത്വത്തിൽ പ്രപ്പോസൽ കേന്ദ്രത്തിലേക്ക് കൊടുത്തു. അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻസ്, ആദിവാസി ഗോത്ര സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നം, നമ്മുടെ മെഡിക്കൽ കോളേജും ജനറൽ ഹോസ്പിറ്റലും ഇതൊക്കെയായി ബന്ധപ്പെട്ടതായ പ്രശ്നം, സീരിയസ് ആയ ഒരുപാട് പ്രശ്നങ്ങൾ, ടൂറിസം, കാർഷിക മേഖല, വളരെ സീരിയസ് ആയ പ്രശ്നങ്ങളുള്ള ഒരു ജില്ലയാണ്. ഈ ജില്ലയിൽ രാഷ്ട്രീയ മേഖലയിൽ പരസ്പരം സംവാദാത്മകതയും സൗഹാർദ്ദവും പരസ്പര സ്നേഹവും ഒക്കെ നന്നായിട്ടുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് നല്ല പരിഹാര ശ്രമത്തിനുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ടാവും. വയനാടൻ ജനത അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, പ്രധാനമായും സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ രാത്രിയാത്രാ നിരോധന പ്രശ്നം, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള വിഷയങ്ങൾ, വിനോദസഞ്ചാര മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിലൊക്കെ തന്നെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തി പരിഹാരം കാണും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVയോട് ടി സിദ്ദിഖ് MLA പ്രതികരിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.